ഡിഗ്രിക്ക് ശേഷം PG പഠനം ഇന്ത്യയിലെ കിടിലൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നായാലോ? ജോയിൻ Prepwise UG+, കേരളാസ് No.1 PG എൻട്രൻസ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം, CUET PG, IIT JAM, ടെസ്റ്റ്നെറ്റ്, CMAT കോച്ചിംഗ് പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു Prepwise UG+. Prepwise UG+ലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CUET PG 2023 സംബന്ധിച്ചുള്ള എലിജിബിലിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ പാർട്ടിനെ പറ്റിയാണ്. അപ്പൊ എന്താണ് ഈ എലിജിബിലിറ്റി, എന്താണ് ഈ ക്വാളിഫിക്കേഷൻ? CUET-യിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ CUET PG എഴുതുന്നത് വഴി നിങ്ങൾക്ക് നേടാൻ സാധിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അങ്ങനെ ആകുമ്പോഴും പക്ഷെ ഓരോ യൂണിവേഴ്സിറ്റിയും നിഷ്കർഷിക്കുന്ന അല്ലെ അവർ നിർബന്ധം വെക്കുന്ന ചില നിബന്ധനകളുണ്ട്. വിച്ച് മീൻസ് ചിലതിൽ ഏജ് ആയിരിക്കാം, ചിലതിൽ ചില കോഴ്സുകൾക്ക് പഠിച്ചിരിക്കേണ്ടത് അതിന്റെ തന്നെ ബാച്ചിലേഴ്സ് ഡിഗ്രി ആയിരിക്കാം. ഇങ്ങനെ പല രീതിയിലുള്ള നിർബന്ധങ്ങൾ ഈ യൂണിവേഴ്സിറ്റികളുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. സോ ആ നിർബന്ധങ്ങൾ അറിയാത്തിടത്തോളം നിങ്ങൾക്ക് CUET-യിൽ ഇപ്പം 400 മാർക്കിലാണ് പരീക്ഷ ഉണ്ടാകുക. സപ്പോസ് നിങ്ങൾക്ക് 400 കിട്ടിയെന്നിരിക്കട്ടെ, അങ്ങനെയൊന്നും കിട്ടാൻ സാധ്യതയില്ല. അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ്. ഈവൻ ദെൻ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആയിട്ട് നമ്മൾ അങ്ങ് വിചാരിക്കുക 400 കിട്ടിയാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രിയിൽ കിട്ടിയിരിക്കുന്ന മാർക്ക് 40% കരുതുക. ബട്ട് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ അവർ ആവശ്യപ്പെടുന്നത് 50%. അപ്പൊ നിങ്ങളുടെ CUET-യിലെ സ്കോർ എത്ര അടിപൊളിയാന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ മിനിമം എലിജിബിലിറ്റി അല്ലെ മിനിമം ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കില്ല. ബിക്കോസ് അവരുടെ മിനിമം എലിജിബിലിറ്റി ആയിട്ട് അവർ പറയുന്നത് ഡിഗ്രിയിൽ 50% മാർക്ക് വാങ്ങിയിരിക്കണം എന്നുള്ളതാണ്. ഇതൊരു ഞാൻ സിറ്റുവേഷൻ മുന്നോട്ട് വെക്കുകയാണ്. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ 40, 45, 50, 55, 60% വരെ ഡിഗ്രിയിൽ വാങ്ങണമെന്ന് പറയുന്നവരുണ്ട്. അത് ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ചും ഡിഫറെന്റ് ആണ്. അല്ലാണ്ട് CUET പരീക്ഷ എഴുതുന്ന എല്ലാവർക്കുമായിട്ട് ഒരൊറ്റ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരൊറ്റ ക്വാളിഫിക്കേഷനോ ഇല്ല. അത് ഓരോ യൂണിവേഴ്സിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ് ഇവിടെ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ അത് വിശദമായി പറയുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിനിലെ ചില ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അങ്ങനെയുള്ള CUET PG 2023 ഇൻഫർമേഷൻ ബുള്ളറ്റിനിലെ ഒരു പ്രസക്തമായിട്ടുള്ള ഭാഗമാണിത്. ഏജ് ലിമിറ്റ് ആണ് പേര്, അല്ലെ? ഇപ്പൊ ഏജ് ലിമിറ്റ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇന്ന പ്രായമുള്ളവർ വരെ ഈ കോഴ്സിൽ എൻറോൾ ചെയ്യപ്പെടാൻ പാടുള്ളൂ എന്ന് പറയുന്ന രീതിക്കുള്ള എന്തെങ്കിലും ലിമിറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ CUET PG പ്രകാരം അല്ലെങ്കിൽ NTA നടത്തുന്ന ഈ പരീക്ഷ പ്രകാരം പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നതിൽ ഏതൊരു വയസ്സുള്ള വ്യക്തിക്കും അപ്പിയർ ചെയ്യാം. ദർ ഇസ് നോ ഏജ് ലിമിറ്റ് ഫോർ ദ കാൻഡിഡേറ്റ്സ് ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. എക്സാമിൽ അപ്പിയർ ചെയ്യുന്നതിന് ഇവിടെ ഏജ് ലിമിറ്റ് ഇല്ല. പക്ഷേ ഇവിടെ bold letters കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. However, the candidates will be required to fulfill the age criteria of the university in which they are desirous of taking admission. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും കയറി നിങ്ങൾ നോക്കണം, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടോ അവിടേക്ക് നിങ്ങൾ എലിജിബിൾ ആവണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഏജ് ക്രൈറ്റീരിയ അവിടെ ഉണ്ടോ എന്ന് നോക്കുക. ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റികളിലും അങ്ങനെ ഏജ് ക്രൈറ്റീരിയ അല്ല, പക്ഷേ ചില യൂണിവേഴ്സിറ്റികളിൽ ഏജ് ക്രൈറ്റീരിയ ഉണ്ട് താനും. സോ ഏജ് ക്രൈറ്റീരിയ ഉണ്ടോ എന്നുള്ളത് ഈ പറഞ്ഞ ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ പോയി ബഞ്ചിങ് ലിസ്റ്റിൽ നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഏജ് പ്രത്യേകം റെസ്ട്രിക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടെങ്കിൽ അവിടേക്ക് ഒരു പക്ഷേ ഈ പറഞ്ഞ ഏജിനകത്ത് വരാത്ത അല്ലെങ്കിൽ ഈ ഒരു ഏജ് കാറ്റഗറിയിൽ വരാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചെന്നില്ല. ബട്ട് മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് നമുക്കറിയാം ഏജ് ക്രൈറ്റീരിയ ഒന്നും തന്നെ വെക്കുന്നില്ല. ബട്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം. അപ്പൊ ഇനിയുള്ള കുറച്ച് പ്രധാനപ്പെട്ട നോട്ടുകൾ നോക്കാം. ഫോർ അഡ്മിഷൻ ഇൻ യൂണിവേഴ്സിറ്റീസ് ത്രൂ CUET PG 2023 the existing policies regarding quota, category, relaxation, reservation, qualification, subject combination, preferences, etc. of the respective university shall be applicable. ഇതൊരു പരീക്ഷ, ഇതിൽ നിങ്ങൾക്ക് ഒരു സ്കോർ വേണം. ആ സ്കോറിനായിട്ട് നടത്തപ്പെടുന്ന ഒരു പരീക്ഷ മാത്രമാണ് CUET PG 2023. ഇനി അത് എങ്ങനെ എടുക്കണം, അല്ലെ അതിലൂടെ എങ്ങനെ വിദ്യാർത്ഥികളെ എടുക്കണം, ഏത് പ്രൊപ്പോർഷനിൽ എടുക്കണം, റിസർവേഷൻ ആർക്ക് കൊടുക്കണം, മറ്റെന്തൊക്കെ കോട്ട, സ്പോർട്സ് കോട്ട കൊടുക്കണം, NCSCക്കും അതുപോലെ മറ്റ് കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള കോട്ട പ്രൊവൈഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ഓരോ യൂണിവേഴ്സിറ്റിയുമാണ്. സോ ഈ ഓരോ യൂണിവേഴ്സിറ്റിയും ഓട്ടോണമസ് ആയതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റികൾ വെക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സാമ്യതയും വേണമെന്നില്ല. വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ വ്യത്യസ്ത കാറ്റഗറിക്കാണ് റിസർവേഷൻ കൊടുക്കുക, വ്യത്യസ്ത കോട്ടകളാണ് മീറ്റ് ചെയ്യുക, വ്യത്യസ്ത ക്വാളിഫിക്കേഷൻ ആണ് ആവശ്യപ്പെടുക, വ്യത്യസ്ത സബ്ജക്ട് കോമ്പിനേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഉള്ള ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ചെക്ക് ചെയ്യണം. കാരണം ഇതൊന്നും തന്നെ യൂണിഫോം അല്ല എന്നുള്ളത് ദയവായി മനസ്സിലാക്കുക. ഇനി ആസ് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ അഡ്മിഷൻ മേ ബി യൂണിക് ഫോർ എവറി യൂണിവേഴ്സിറ്റി, ദ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു വിസിറ്റ് ദ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ടു വിച്ച് ദേ ആർ അപ്ലൈയിങ് ഫോർ ദ റെസ്പെക്റ്റീവ് പ്രോഗ്രാംസ്. ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് ഉള്ള യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണോ അവയുടെ സബ്ജക്ട് കോമ്പിനേഷൻ ആയിക്കോട്ടെ, എഴുതാൻ പറയുന്ന സബ്ജക്ട് കോഡുള്ള പേപ്പർ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ പ്രത്യേകം നോക്കുക. അവരുടെ എന്തെങ്കിലും പ്രത്യേക എലിജിബിലിറ്റി ആവശ്യമുണ്ടോ, എത്ര മാർക്കാണ് അവർ ഡിഗ്രിയിൽ ഉണ്ടായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം നോക്കി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് സ്വയം എലിജിബിൾ ആണെന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യുമ്പോൾ ഈ കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യാൻ.
സോ പിന്നെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവണം ഇന്ന കാരണങ്ങളാലാണ് ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ എലിജിബിൾ ആവാതിരുന്നത്, അല്ലെ അപ്ലൈ ചെയ്യുമ്പോഴേ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഇപ്പൊ കാൻഡിഡേറ്റ്സ് അഡ്വൈസ് ടു സാറ്റിസ്ഫൈ ദംസെൽഫ്, അതാണ് ഞാനിപ്പോ പറഞ്ഞ കാര്യം. നമുക്ക് തന്നെ നോക്കിയിട്ട് മനസ്സിലാക്കണം ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ നമുക്ക് പറ്റും, ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ ഞാൻ എലിജിബിൾ അല്ല എന്നുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന ബഞ്ചിങ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ധാരണ കിട്ടും. ഇനി അവസാനത്തെ പോയിന്റ് വളരെ ക്രൂഷ്യൽ ആണ്. CUET എഴുതി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളൊരു ക്വയറി ഒരുപാട് വരാറുണ്ട് ഇവിടെ UG+. സോ CUET എഴുതിയത് കൊണ്ട് മാത്രം നിങ്ങൾക്കൊരു സീറ്റ് എൻഷുർ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നതാണ് ലാസ്റ്റ് പോയിന്റ്. ഇപ്പൊ എൻട്രൻസ് ടെസ്റ്റിൽ അപ്പിയർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 400-ൽ 400 മാർക്ക് കിട്ടിയാൽ പോലും അഡ്മിഷൻ ഉറപ്പാണെന്ന് പറയാൻ സാധിക്കില്ല അൺടിൽ ആൻഡ് അൺലെസ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ക്രൈറ്റീരിയാസ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. സോ നിങ്ങൾ ആ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ മാർക്കിനും ഈ പറഞ്ഞ കാര്യങ്ങൾക്കും ഒക്കെ തന്നെ ഒരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ. ഹെൻസ് ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന പാർട്ട് വളരെ ക്രൂഷ്യൽ ആണ്. സോ അത് രണ്ടും മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പാലിക്കുന്നുണ്ട് അല്ലെ പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഉറപ്പുണ്ടെങ്കിലാണ് നിങ്ങൾ എഴുതാൻ പോകുന്ന CUET PG 2023 സ്കോർ അല്ലെങ്കിൽ അവർ തരുന്ന സ്കോറിന്റെ പേര് NTA സ്കോർ എന്നാണ്. ഈ NTA സ്കോർ മാറ്റർ ചെയ്യുകയുള്ളൂ. സോ അതുകൊണ്ട് എല്ലാവരും തന്നെ ഇഷ്ടപ്പെട്ട കോഴ്സുകളുള്ള യൂണിവേഴ്സിറ്റികൾ നോക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അവരുടെ എലിജിബിലിറ്റി മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് CUET PG ആയിട്ടുള്ള പ്രിപ്പറേഷൻ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതിലൂടെ നല്ലൊരു സ്കോർ നേടി ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടമുള്ള കോഴ്സിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. സോ ഈ പറഞ്ഞ കാര്യം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ അസിസ്റ്റൻസിനും കണക്ട് UG+, നിങ്ങൾക്ക് വേണ്ട ക്ലാസ് ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, മെന്ററിംഗ് ആയിക്കോട്ടെ, ടോപ്പിക് ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ ഇതെല്ലാം തന്നെ UG+ അവൈലബിൾ ആണ്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ട് UG+ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓൾസോ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറുടെ നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് വിളിക്കുക, സംസാരിക്കുക, ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കൊള്ളുക. ജൂൺ ആദ്യവാരം പരീക്ഷ ഉണ്ടാവും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സമയമില്ല. സോ യു ബെറ്റർ സ്റ്റാർട്ട് ഫാസ്റ്റ്. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. പീസ് ഔട്ട്.